നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയൊരു കൊലപാതകം പാലക്കാട് ആട്ടയാമ്പതി ന്യൂ ഉന്നതി സ്വദേശി സരസാളിനെ അതിക്രൂരമായി അയൽവാസികൾ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. വെറും ഒരു മൂക്കുത്തിക്ക് വേണ്ടി നടത്തിയ അതിക്രൂരമായ കൊലപാതകം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച ശേഷം അവശിഷ്ടങ്ങൾ ചാക്കിലാക്കി കുഴിച്ചു മൂടിയ സംഭവത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. യുവാവ് അറസ്റ്റിലായി. സംഭവത്തിൽ 19 വയസ്സുകാരനാണ് പ്രതി. അയൽവാസിയായ എസ് ഉദയകുമാറാണ് അറസ്റ്റിലായത്. കൊഴിഞ്ഞാമ്പാറ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതും കൊഴിഞ്ഞാമ്പാറ പോലീസാണ്. മാത്രമല്ല, ഉദയകുമാർ മാത്രമാണോ പ്രതി, മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടുതൽ പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 12-നാണ് സരസാളിനെ കാണാനില്ലെന്ന് മകൾ ബേബി കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണം തുടങ്ങിയ പോലീസ് പ്രദേശത്തെ ചില യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഇതോടെയാണ് പ്രതികളെ കുറിച്ചുള്ള സൂചന കിട്ടിയത്. കസ്റ്റഡിയിലെടുത്തവരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളും ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ശുചിമുറിയിലെ ഡ്രമ്മിലിട്ട് കത്തിക്കുകയും പകുതി കത്തിയ നിലയിൽ ചാക്കിൽ കെട്ടി കുഴിച്ചുമൂടിയതായും പ്രതി സമ്മതിച്ചു. സംഭവ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധന, തുടർ നടപടികൾ അടക്കമുള്ളവ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. കൂടുതൽ സ്ഥിരീകരണം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ അതിനുശേഷം മാത്രമേ നൽകുകയുള്ളൂ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ആട്ടയാമ്പതിയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു സരസാള്. മക്കളായ രവിയും ബേബിയും കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലാണ് താമസം. ദിവസവും രാവിലെ 9 മണിയോടെ ബേബിയുടെ മകൻ കാർത്തിക് സരസാളിനുള്ള ഭക്ഷണവുമായി വീട്ടിൽ വരും. ജൂൺ 10-ന് രാവിലെ ഭക്ഷണം നൽകി കാർത്തിക് വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ പിറ്റേ ദിവസം ഭക്ഷണവുമായി കാർത്തിക് എത്തിയപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തലേ ദിവസം വെച്ച ഭക്ഷണം അതേപടി ഇരിക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ, കഴിച്ചിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് സംശയം സ്വാഭാവികമായിട്ടും കാർത്തിക്കിനുളവാകുന്നു. തുടർന്ന് സരസാളിനായി തിരച്ചിൽ നടത്തുന്നു. എവിടെയാണ് സരസാൾ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ. കണ്ടെത്താൻ കഴിയാത്തതിനാൽ 12-ാം തീയതി പോലീസിൽ പരാതി നൽകി. സരസാളിനെ കാണാനില്ല എന്ന പോസ്റ്ററുകളും പ്രദേശത്ത് പതിപ്പിച്ചു. പിന്നാലെ പോലീസ് കേസ് അന്വേഷണം ഏറ്റെടുത്തു. സരസാളിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ജൂൺ 12 മുതൽ പോലീസ് അന്വേഷണം. പിന്നാലെയാണ് ചില സംശയങ്ങൾ തോന്നുന്നു പോലീസിന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില യുവാക്കളെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അവരിൽ നിന്നുമാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. സരസാളിനെ കൊലപ്പെടുത്താനുള്ള പ്രതി ഉദയകുമാറിന്റെ നീക്കങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ താമസിച്ച് ജോലിക്ക് പോരുന്ന ഉദയകുമാർ ഇടയ്ക്ക് മാത്രമാണ് ആട്ടയാമ്പതിയിലെ വീട്ടിലേക്ക് വരാറുള്ളത്. സരസാൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്താണ് ഉദയകുമാറും താമസിക്കുന്നത്. തൊട്ടടുത്തായി മറ്റു വീടുകളുണ്ട്, പക്ഷെ മിക്കവരും പണിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ ഈ ഭാഗത്ത് ആരും ഉണ്ടാകാറില്ല. സരസാളിന്റെ മൂക്കിന്റെ ഇരുവശത്തുമായി ഉണ്ടായിരുന്ന 1/2 പവനോളം വരുന്ന മൂക്കുത്തി പ്രതിയുടെ കണ്ണിലുടക്കിയിരുന്നു നേരത്തെ തന്നെ. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നു. അത് നോക്കി വച്ചിരുന്നു. അവസരം കിട്ടി, അത് തട്ടിയെടുക്കുകയും ചെയ്തു. മോഷണം എന്നതിൽ നിന്നില്ല, കൊലപാതകവും കൂടി ചെയ്തിരിക്കുകയാണ് പ്രതി. സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഉദയകുമാറിന്റെ സഹോദരൻ ഒരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലെത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ആ പെൺകുട്ടിക്ക് സരസാൾ ഒരു സാരി നൽകിയിരുന്നു. സാരിയുടെ പണം ചോദിക്കാനാണ് സരസാൾ ഉദയകുമാറിന്റെ വീട്ടിലെത്തിയതെന്നാണ് പ്രതി വ്യക്തമാക്കുന്നത്. വീടിന്റെ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്ന സരസാളിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതി പോലീസിനോട് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 10-ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വെട്ടുകത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം ഉപയോഗിച്ച് കഴുത്തിന് പിറകിൽ പലതവണ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി വ്യക്തമാക്കുന്നു. മൂക്കുത്തികളും മടിയിലുണ്ടായിരുന്ന തുകയും എടുത്ത ശേഷം വീടിന് മുൻപിലുണ്ടായിരുന്ന കുളിമുറിയിലെ ഡ്രമ്മിലിട്ട് മൃതദേഹം കത്തിക്കുകയും പകുതി കത്തിയ തലയോട്ടി ഉൾപ്പെടെയുള്ള ശരീരാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി വീടിന്റെ പിറകുവശത്ത് കുഴിച്ചു മൂടുകയുമായിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കുളിമുറിയിൽ നിന്ന് കത്തിക്കറിഞ്ഞ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. ബാക്കിയുള്ള മൃതദേഹ ഭാഗങ്ങൾ വീടിന്റെ പിന്നിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. പുറത്തെടുത്ത മൃതദേഹം DNA പരിശോധന നടത്താനും അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് മോഷ്ടിച്ച മൂക്കുത്തിക്കായിട്ടുള്ള അന്വേഷണമാണ്. DYSP A കുട്ടികൃഷ്ണൻ, കൊഴിഞ്ഞാമ്പാറ ഇൻസ്പെക്ടർ KS സന്ദീപ്, ചിറ്റൂർ ഇൻസ്പെക്ടർ MS ഷാജൻ, SI KK മിഥുൻലാൽ, പാലക്കാട് LR തഹസിൽദാർ K രാധാകൃഷ്ണൻ, പോലീസ് സർജൻ ഡോക്ടർ G ഗോപകുമാർ, കൊഴിഞ്ഞാമ്പാറ ഗ്രേഡ് SI R തോമസ് ഔസേപ്പ്, ASI-മാരായ MV അനിൽകുമാർ, P ശാന്തി, വിരലടയാള വിദഗ്ധ K ഐഷ പർവീൻ, അഭിജ്ഞ കൃഷ്ണ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ P രാജേഷ്, V ഹരിദാസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
അട്ടയമ്പതി ന്യൂ കോളനിയിൽ ഒഴിഞ്ഞുകിടന്ന അങ്കണവാടി കെട്ടിടത്തിലാണ് സരസാൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്. ഇതിനടുത്താണ് പ്രതി ഉദയകുമാറും താമസിച്ചിരുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടാണ് ഈ കൊലപാതകം പ്രതി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, പ്രതി പറഞ്ഞത് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തലയ്ക്കടിച്ച് വീഴ്ത്തി നിലത്തു വീണ സരസാലിനെ നെഞ്ചിൽ ചവിട്ടി കൊടുവാൾ ഉപയോഗിച്ച് കഴുത്തിന് വെട്ടി മരണം ഉറപ്പിച്ചു, തുടർന്ന് ശുചിമുറിയിലിട്ട് കത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, സരസാലിന്റെ മൂക്കുത്തികൾ കൈവശമുണ്ടായിരുന്ന കുറച്ച് പണവും എടുത്തു പ്രതി. അരപ്പവന് മൂക്കുത്തിക്ക് വേണ്ടി 66-കാരിയെ ഒരു ജീവനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കുളിമുറിയിലിട്ട് കത്തിച്ച് കുഴിച്ചു മൂടി എന്ന ഈ വാർത്ത നാട്ടുകാർക്കും വലിയ രീതിയിലുള്ള നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പകുതി കത്തിയ ശരീരാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തുമ്പോൾ നാട്ടുകാർ ഒന്നടങ്കം നടുങ്ങി. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തോടനുബന്ധിച്ച് വന്നു പോയിരുന്നു. അതിനുശേഷം ഉദയകുമാർ ഈ വീട്ടിലേക്ക് വരാറില്ല എന്നും അന്വേഷണ സംഘം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് ഇയാളെ കണ്ടെത്തി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു വീണത്. സംഭവത്തിൽ ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇന്നലെ തന്നെ ഉദയകുമാറിനെ തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തിയിരുന്നു. തെളിവെടുപ്പിനിടെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തിയിരുന്നു. വീടിന് പിന്നിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട് സ്ഥലത്ത് നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ഏറ്റവും നിർണായക തെളിവായി മാറി. സരസാലിന്റെ മൂക്കുത്തി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. പുറത്തെടുത്ത മൃതദേഹം ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോയി.